അനിൽകുമാറിന് ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ സംസാരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അത് സംബന്ധിച്ച് ഒരു മുൻകൂട്ടിയുള്ള പ്രഡിക്ഷൻ നടത്താൻ മാത്രം ത്രികാരജ്ഞാനിയാണ് അനിൽകുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇന്ന് ചെന്ന് പതിച്ചിട്ടുള്ള ഈ പടുകുഴിയിൽ പതിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഭാവി സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പിണറായി വിജയനെയും കൂട്ടുകാരെയും ഒക്കെ നേതാക്കന്മാരെയൊക്കെ ഉപദേശിക്കാമായിരുന്നല്ലോ. നമ്മുടെ ഗതി അധോഗതിയാണ്, നമ്മൾ ഇനി അറബിക്കടലിന്റെ വക്കത്താണ്, നമ്മൾ ഇനി ഒരു സ്റ്റെപ്പ് പിന്മാറിക്കഴിഞ്ഞാൽ അറബിക്കടലിലാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത് അനിൽകുമാർ തന്നെ നേരത്തെ കവടി നിരത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇവിടെ CPM ഈ രാജ്യത്ത് ഉപ്പ് വെച്ച കലമ്പോലെയായി മാറിക്കഴിഞ്ഞിട്ട് കാലം എത്രയാണ് അനിൽകുമാറെ? അനിൽകുമാറിന്റെ പാർട്ടിയും കോൺഗ്രസും ചേർന്നാൽ BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞതാ. അനിൽകുമാറിന്റെ പാർട്ടിക്ക് 1% വോട്ടെങ്കിലും മര്യാദയ്ക്ക് കിട്ടുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഉള്ളത്? നേരത്തെ ഉണ്ടായിരുന്നു ബംഗാൾ, ത്രിപുര. ബംഗാളിലേക്ക് നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ 16.4 CPM മാത്രം കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വട്ടപൂജ്യമാണ്. ഇനി ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ചിട്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് 16% നിങ്ങൾ ഏത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എനിക്കറിയില്ല, അതിന്റെ ആധികാരികത എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്തവണയും ബംഗാളിൽ വട്ടപൂജ്യമാകാനാണ് പോകുന്നത് CPM-ഉം കോൺഗ്രസും. ഒരു സംശയ കാര്യത്തിലുണ്ട്. ത്രിപുരയിലും അതേ റിസൾട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഞങ്ങൾ എന്തുകൊണ്ട് 400 അല്ലെങ്കിൽ 400-ലധികം എന്ന ലക്ഷ്യം വെക്കുന്നു? ഞങ്ങൾ കഴിഞ്ഞ തവണ വെച്ച ലക്ഷ്യം ഏതാ? 300-ലധികം എന്നുള്ളതാണ്. അന്ന് 300-ലധികം എന്നുള്ളത് അംഗീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായോ? വേണ്ട. BJP ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരും എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ അംഗീകരിക്കുക? അനിൽ പ്ലീസ്, ഞാൻ നിങ്ങൾ ഇടപെട്ടില്ല. ഞാൻ ഇടപെട്ടില്ല. BJP ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക ഓർമ്മയുണ്ട്. BJP എങ്ങനെ അധികാരത്തിൽ വരാനാ? തമിഴ്നാട്ടിൽ BJP ഉണ്ടോ? കർണാടകയിൽ BJP ഉണ്ടോ? ഒറീസയിൽ BJP ഉണ്ടോ? ബംഗാളിൽ BJP ഉണ്ടോ? അങ്ങനെ കുറെ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. ഇവിടെയൊക്കെ BJP ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇന്നെന്തേ ആ സംസ്ഥാനങ്ങളൊന്നും പേര് പറയാത്തത്? ഇന്നെന്തേ BJP അധികാരത്തിൽ വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തത്? ഞങ്ങൾ അതിൽ നിന്ന് ജനാധിപത്യത്തിൽ ജനങ്ങളുമായി സവിശേഷമായിട്ടുള്ള രീതിയിൽ സംവദിച്ച് ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് രാജ്യത്ത് കോൺഗ്രസിനൊരു ബദൽ സൃഷ്ടിച്ചു. ഒരു രാജ്യത്ത് അനിലിന്റെ പാർട്ടി രാജ്യത്ത് പ്രതിപക്ഷ സ്ഥാനം ആലങ്കാരികമായി ഉണ്ടായിരുന്ന പാർട്ടിയാണ്. AKG ഒഫീഷ്യൽ അല്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ റെസ്പെക്ട് കിട്ടിയിരുന്ന ആളാണ്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സേഫ് സോണിൽ മാത്രം രാഷ്ട്രീയം കളിച്ചു. നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ, സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി. അങ്ങനെ നിങ്ങൾ ശോഷിച്ച് അറബിക്കടലിന്റെ പക്കത്തെത്തി. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടു. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി മത്സരിച്ചു. തോറ്റാലും മത്സരിച്ചു. നിരവധി തോൽവികൾ ഏറ്റുവാങ്ങി. അവസാനം ഞങ്ങൾ ജയിക്കാൻ തുടങ്ങി. ഈ അനിൽകുമാറിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ ആഫീസ് നിൽക്കുന്നത് എവിടെയാണ്? നികേഷിന് അറിയാലോ, ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിൽ വോട്ടുള്ള ആ AKG ഭവനിൽ വോട്ടുള്ള സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരും സഖ്യമില്ലെങ്കിൽ ആർക്കാ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ടോ? ഒരാളെ പിന്തുണയ്ക്കുന്ന ആളെ കിട്ടാത്തതുകൊണ്ടാണ്. ഡൽഹിയിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പോലും ഒരാളെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പിന്തുണയ്ക്കാൻ ആൾ വേണമല്ലോ, അതുപോലും കിട്ടാനില്ല. പണ്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഇവരുടെ ഓഫീസ് കാണാൻ ഒരു തവണ ഒരു ടാക്സി എടുത്ത് പോയി. അവിടെ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ AKG സെന്റർ എവിടെയാണ് ചോദിക്കുന്ന സമയത്ത്, AKG ഭവൻ എവിടെയാ ചോദിക്കുന്ന സമയത്ത് വോ ക്യാ ഹൈ സാബ് എന്നാ ചോദിക്കുന്നത്. അവിടുത്തെ ആളുകൾക്ക് അറിയില്ല. ഗൂഗിൾ മാപ്പിന് പോലും കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാത്തൊരു സാധനമാണ് ഈ AKG ഭവൻ എന്ന് പറയുന്നത്. അത്രത്തോളം പ്രസക്തിയെ ഇന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളൂ. ഒരു കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു, ഇന്ന് നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ചെന്ന് പതിച്ചതിന്റെ കാരണം നിങ്ങളുടെ അന്ധമായിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയോടുള്ള വിരോധമാണ്. ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചതല്ലേ? നമ്മൾ ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കിയിട്ടില്ലേ? ഞങ്ങളുടെ നിങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ഡൽഹിയിൽ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരല്ലേ? ആർക്കൊപ്പം VP സിംഗിനെ താങ്ങി നിർത്തിയത് നമ്മൾ ഒരുമിച്ചല്ലേ? ഇതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ അങ്ങ് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാണെന്നും പറയല്ലേ അനിൽകുമാറെ. LK അദ്വാനി വന്ന് നിങ്ങളുടെ ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ. മറക്കരുത് നിങ്ങൾ. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഒന്നുമില്ല. അവർക്ക് എല്ലാ കാലത്തും ആരെങ്കിലും ഒക്കെ എതിർക്കണം. അങ്ങനെ എതിർത്ത് ഒന്നുമില്ലാത്തവരായി മാറിപ്പോയി. എന്താ പറയാ, കോൺഗ്രസ് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ എന്നാൽ ഞങ്ങളൊന്ന് ജയിപ്പിച്ചു തരാന്ന്. ആദ്യം നിങ്ങളൊന്ന് ജയിക്കാൻ നോക്ക്. നിങ്ങൾക്ക് ജയിക്കാൻ ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. കേരളത്തിൽ നിലവിലുള്ള ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ ആ തരി കൂടി പോയി. അപ്പുറത്ത് DMK-യുടെ പിന്തുണയുള്ളത്
ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 2 കിട്ടിയത്. ഇത്തവണ കോയമ്പത്തൂരിൽ അണ്ണാമലൈ വന്നു എന്ന് കേട്ടപ്പോൾ അവിടുന്ന് പേടിച്ചോടിയിരിക്കുകയാണ് CPM. അവിടെ നിൽക്കാൻ ശേഷിയില്ല, അവിടെ തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം ആരാ പറഞ്ഞ? ഞാൻ പറയുന്നതല്ല, AK ബാലൻ പറയുന്നത്, ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗ പറയുന്നത്. ഈനാമ്പേച്ചി ചിഹ്നത്തിലും മരപ്പട്ടി ചിഹ്നത്തിലും മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ഞാനല്ല, AK ബാലനാണ് അന്നില്ലേ. അതുകൊണ്ട് നിങ്ങളെ പാർട്ടിയുടെ ഗതികേടോർത്ത് നിങ്ങൾ സ്വയം സഹതപിക്കാൻ, നിങ്ങളാണ് തിരുത്തേണ്ടത്, ഞാനല്ല. താങ്കൾക്ക് പറയാനുള്ളത് നിജേഷിനും അനിൽകുമാറിനും മറുപടി പറയാനുണ്ടാകും.